പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി തമിഴ്നാട് സംഘം. മുല്ലപ്പെരിയാർ കനാലിന്റെയും വന്യമേഖലയുടെയും ദൃശ്യങ്ങളാണ് പകർത്തിയത്. പിന്നീട് ദൃശ്യങ്ങൾ പെരിയാക്കുളം MLA ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ചെയ്തു. വനം വകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങാതെയായിരുന്നു ഡ്രോൺ ഷൂട്ട്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. സുബിൻ, എന്താണ് വിശദാംശങ്ങൾ? എന്താണ് അവിടെ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൃഷിയാവശ്യത്തിനായി വെള്ളം കൊണ്ടുപോയത്. പ്രത്യേക പൂജകൾ എല്ലാം നടത്തിയായിരുന്നു ഈ നടപടിക്രമങ്ങൾ നടന്നത്. ഈ സമയത്ത് കമ്പത്ത് നിന്നുള്ളൊരു വലിയ സംഘം തേക്കടിയിലെത്തുകയും ഇതിന്റെ ഭാഗമാവുകയും ചെയ്തു. ഈ സമയത്താണ് ഈ MLA ഒപ്പം എത്തിയ കമ്പം MLA ജഗദാഥ് മിശ്രയ്ക്ക് ഒപ്പമെത്തിയ ആളുകൾ ഇത്തരത്തിൽ ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിഷ്വലുകൾ പകർത്തിയത്. ഡ്രോൺ ഉപയോഗിച്ച് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കനാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഈ വിഷ്വലുകൾ എല്ലാം തന്നെ പെരിയകുളം MLA ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഡ്രോൺ പറത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനംവകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങിയിട്ടില്ല. ഇത്തരത്തിലൊരു അനുമതി ഡ്രോൺ പറത്താൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസും വനംവകുപ്പും വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ ഉപയോഗിച്ച് അതീവ തന്ത്രപ്രധാനമായ മേഖലയുടെ പല ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് വനംവകുപ്പിന് ഉള്ളത്. പ്രധാനമായും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉൾപ്പെടെ വൃഷ്ടിപ്രദേശത്തിന്റെ വിഷ്വലുകൾ ഉൾപ്പെടെ പകർത്താനുള്ള സാധ്യതയുണ്ട്. ഈ തേക്കടി ബോട്ടിംഗ് പ്രദേശങ്ങളെല്ലാം തന്നെ അതീവ സുരക്ഷ നേരിടുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തിന്റെ ഒക്കെ വിഷ്വലുകൾ പകർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന നടത്തി അന്വേഷണം നടത്താനാണ് എന്തായാലും വനം വകുപ്പും പോലീസും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും യാതൊരുവിധ അനുമതിയും കൂടാതെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം അതീവ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം സുരക്ഷ പ്രാധാന്യമുള്ള സ്ഥലത്ത് ഡ്രോൺ പറത്തിയത്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.